നമസ്കാരം. ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സിങ്കിൻ്റെ യൂണിറ്റ്. നമ്മുടെ ഡിസൈനകത്തുണ്ടായിരുന്ന പോലെ സിങ്കിൻ്റെ യൂണിറ്റ്, പിന്നെ ഒരു 2D പുള്ളൗട്ട്, ഒരു 3 ഡ്രോയർ യൂണിറ്റ്, പിന്നെ ഒരു 2 ഡ്രോയർ യൂണിറ്റ്, പിന്നെ ഡ്രോയർ വിത്ത് ഡോറ്, പിന്നെ കോർണർ യൂണിറ്റ്, 3 ഡ്രോയർ യൂണിറ്റ്, പിന്നെ ഒരു 2D പുള്ളൗട്ട്, പിന്നെ ഒരു കോർണർ യൂണിറ്റ്. സിങ്കിൻ്റെ യൂണിറ്റ്, 2D പുള്ളൗട്ട്, 3 ഡ്രോയർ, 2 എണ്ണം കട്ട്ലറിക്ക്. അത് കഴിഞ്ഞാൽ ഒരെണ്ണം ഷട്ടറിൻ്റെ ഹൈറ്റ് 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും ഷട്ടറിൻ്റെ ഹൈറ്റ് 17 സെൻറ്റിമീറ്റർ ആയിരിക്കും. 35 തന്നെ വീണ്ടും 2 ഡ്രോയർ യൂണിറ്റ്, പിന്നെ ഒരു ഡോറ് വിത്ത് കട്ട്ലറി, അല്ലെങ്കിൽ ഒരു ഡ്രോയർ കം ഡോറ്, പിന്നെ ഈ എൽ ഷേപ്പിൽ തുറക്കുന്ന ഡബിൾ ഡോർ യൂണിറ്റ്, പിന്നെ 3 ഡ്രോയറിൻ്റെ യൂണിറ്റ്, 2 എണ്ണം കട്ട്ലറി 35 സെൻറ്റിമീറ്റർ, പിന്നെ 2D പുള്ളൗട്ട്, പിന്നെ ഡ്രോയർ. ഈ ഞങ്ങളുടെ മോഡ്യൂൾസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ഉണ്ട്, മോഡ്യൂൾസിൻ്റെ പ്രത്യേകതയെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇത് ഫുള്ള് പ്രീ ബിൽട്ട് മോഡ്യൂൾസ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡ്യൂൾസ്, അല്ലെങ്കിൽ സാറ് ഇതിനെ വേറൊരു രീതിയിൽ നമ്മൾ ഒരു താരതമ്യം ചെയ്താൽ, ഇപ്പൊ നമുക്കൊരു സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണോ വേണ്ടത്, ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ആണോ വേണ്ടത്, ഒരു 2 ഡോർ അല്ലെങ്കിൽ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണോ വേണ്ടത് എന്ന് പറയുന്ന ആ മോഡ്യൂളാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മോഡ്യൂൾസ് നമ്മൾ സെലക്ട് ചെയ്താൽ പിന്നെ മോഡ്യൂൾസിന്റെ മെഷർമെന്റ്, അതോടെ ആ കിച്ചന്റെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയി. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും നോക്കുന്നത് മിനിമം മോഡ്യൂൾസ്, അതായത് എണ്ണം കുറയ്ക്കാൻ എങ്ങനെ പറ്റും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു മീറ്ററിനകത്ത് നമുക്ക് 2 50 സെന്റിമീറ്റർ യൂണിറ്റ് ഇടാം, ഒരു യൂണിറ്റ് ഇടാം. അപ്പം അത് ഒരു ഭാഗം. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും ഈ 2 യൂണിറ്റ് നമുക്ക് പകരം ഒരു യൂണിറ്റ് ഇടുമ്പോൾ നമ്മുടെ ഉപയോഗം അവിടെ നടക്കുന്നുണ്ടോ. അപ്പൊ ചുമ്മാ വലിപ്പമുള്ള യൂണിറ്റ്സ് മാത്രം ഇട്ടത് കൊണ്ട് നമ്മുടെ ഉപയോഗം അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 കൺസെപ്റ്റാണ് ബെത്ത് ലിവിങ്ങിന്റെ മോഡ്യൂൾസ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നോക്കുന്നത്. മിനിമം മോഡ്യൂൾസും മാക്സിമം യൂട്ടിലൈസേഷനും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ ഞാനൊരു സജഷൻ സാറിനോട് പറഞ്ഞോളൂ. ഇപ്പൊ സാറിന്റെ ഡിസൈനകത്ത് നമ്മൾ ഇവിടെ കട്ട്ലറി ഇട്ടിരിക്കുന്നത് പൊതുവെ കട്ട്ലറി ഈ ഹോബിന്റെ താഴെ ഇടാറുണ്ട്. പക്ഷെ ഇത് ആണ് ഒരു പകുതി കസ്റ്റമർ പറയുന്നത്. കാരണം നിൽക്കുന്ന സ്ഥലത്തിരുന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാറാതെ തന്നെ നമുക്ക് ഡ്രോയർ തുറന്ന് സാധനം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട്ലറി ഇട്ടുന്നുണ്ടെങ്കിൽ അതും ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു സിങ്കിന്റെ യൂണിറ്റ് വലിപ്പം കൂട്ടിയാൽ ഇതിന്റെ താഴെ തന്നെ നമുക്ക് വേസ്റ്റ് ബിന്ന്, ഡിറ്റർജന്റ്, വാട്ടർ പ്യൂരിഫയർ ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ 2D പുള്ളൗട്ട്, ഈ 2 2D പുള്ളൗട്ടും കുറച്ച് ദൂരത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഇവിടെയും കട്ട്ലറിയുടെ യൂണിറ്റ്. അപ്പൊ ശരിക്കും കട്ട്ലറിക്ക് നമുക്ക് ഇവിടെ 1 2 3 4 5 കട്ട്ലറിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബിന്ന് അല്ലെങ്കിൽ കപ്പ് ആൻഡ് സോസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഈ വലിപ്പമാണ് വരുന്നത്. അപ്പം ഞാൻ ഒരു സജഷന് ഇതാണ്. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ഞങ്ങളുടെ മോഡ്യൂൾസ് ആണ്. ഇവിടെ ഇതിന്റെ എണ്ണം ആണ് ആദ്യം നമ്മൾ കാണുന്നത്. ഈ എണ്ണത്തിനകത്ത് 1 2
1, 2, 3, 4, 5, 6, 7, 8, 9 യൂണിറ്റ്. 1, 2, 3, 4, 5, 6, 7, 8 യൂണിറ്റ്. 8 യൂണിറ്റ്. 1, 2, 3, 4, 5, 6, 7, 8 യൂണിറ്റ്. അപ്പം 9 ഇരുന്ന് 8ലോട്ടായി. അപ്പൊ ആ ആദ്യത്തെ കൺസെപ്റ്റ് സാറിന് മനസ്സിലായത്. രണ്ടാമത് നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ, ഇപ്പൊ റെഫ്രിജറേറ്ററിന്റെ സ്ഥലം ഇവിടെയാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഇത് ഇപ്പം ഒരു ഓപ്പൺ ഡൈനിങ്ങിൽ നിന്ന് കാണാവുന്ന ഒരു ഓപ്പൺ ഏരിയ പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ഒരു എക്സ്റ്റൻഷൻ സാറ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ചും കൂടെ നീളം ആകാം. അതെന്തായാലും ഇപ്പൊ ഒന്നും അതിനെപ്പറ്റി ചെയ്യുന്നില്ല. നമ്മൾ ഈ മോഡ്യൂൾസിന്റെ എണ്ണം കുറച്ചു. രണ്ടാമത് ഈ മോഡ്യൂൾസിന്റെ യൂട്ടിലൈസേഷനെ പറ്റി നോക്കി. അവിടെ നമുക്ക് കട്ട്ലറി ഒരു കിച്ചണിനകത്ത് ഈ 900 mm വിഡ്ത്ത് വരുന്ന രണ്ടിനകത്ത് മാക്സിമം കട്ട്ലറീസുകൾ ഇതിനകത്ത് കയറും. ഇത് ടാൻഡം ബോക്സ് സ്റ്റൈലാണ്. ഇതിനകത്ത് ഓർഗനൈസർ വെക്കാം. പ്ലെയിൻ ആയിട്ടാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് ആൻഡ് സോസർ, പ്ലേറ്റുകൾ, ഇതെല്ലാം സാറ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഹോബിന് താഴെയാണ് പ്ലേറ്റും കാര്യങ്ങളും വെക്കുന്നത്. കട്ട്ലറി സൈഡിലാണ് വരുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനത് കുഴപ്പമില്ല. അങ്ങനെ അതിന് നമുക്ക് 3 ഡ്രോയർ. അത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പുള്ളൗട്ട്, 2D പുള്ളൗട്ട്, ഇത് 35 സെന്റിമീറ്റർ ആണ്. മേളിൽ 1 ലിറ്റർ നിൽക്കും, താഴെ 1 ലിറ്റർ കുപ്പി നിൽക്കും. അതൊരു ഭാഗം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡബിൾ ഡോർ കോർണർ അല്ലാതെ ഇത് ഞങ്ങളുടെ 120 സെന്റിമീറ്റർ നീളമുള്ളതാണ്. അതായത് 60 സെന്റിമീറ്ററോളം ഇത് വരും ഈ ഡോറിന്റെ വിഡ്ത്ത്. നമുക്ക് ഈസി ആയിട്ട് ബെൻഡ് ചെയ്ത് അകത്തോട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്യണം, പക്ഷെ നമുക്ക് അത്രയും പ്രയാസമായിരിക്കത്തില്ല. അതായത് ഒരു 40 സെന്റിമീറ്റർ ഡോർ പോലെയല്ല, 60 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ മോഡ്യൂളിന് ഫോർ എക്സാമ്പിൾ ഇതാണ്, ഇങ്ങനെയാണ് ഈ മോഡ്യൂൾ വരുന്നത്. അപ്പം ഈ മോഡ്യൂളിന്റെ ഈ ഷേപ്പിനകത്ത് 60 സെന്റിമീറ്റർ അടുത്തതിന്റെ ഫേസിലോട്ട് പോകും, പോയിട്ട് ബാക്കിയുള്ളതാണ്. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ 60 പോയി കഴിഞ്ഞാൽ 40, 1200 എന്ന് പറയുമ്പോൾ 60, 120 എന്ന് പറയുമ്പോൾ 60. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ്. അപ്പം കുറച്ചും കൂടെ ഇതായിരിക്കും. അതിനകത്ത് തന്നെ നമുക്ക് മാജിക് കോർണർ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. മാജിക് കോർണർ, ഡി ട്രേ, പ്രൊഫൈൽ, ഇതെല്ലാം ഉണ്ട്. കോസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഇവിടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കിച്ചണിനകത്ത് ഒരു വിക്കർ ബാസ്ക്കറ്റ്, അപ്പം വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇരിക്കും. 3 വിക്കർ ബാസ്ക്കറ്റ് വേണ്ട, 2 മതിയെങ്കിൽ 3 2+ നമുക്കൊരു ഡ്രോയർ യൂണിറ്റായിട്ട് വേണമെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വന്ന പുതിയൊരു യൂണിറ്റ് ആണ്. പിന്നെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ മേളില് 17 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളത്, അല്ലെങ്കിൽ കട്ട്ലറി പോലത്തെ സാധനങ്ങൾ തന്നെ സൂക്ഷിക്കുന്നത്. താഴെ 52 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പം ഒരു 3 ലിറ്റർ 5 ലിറ്ററിന്റെ കുക്കർ വരെ അതിനകത്ത് വരും. അതായത് അത്രത്തോളം വലിപ്പമുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമ്മൾ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് ശരിക്കും ഇതിനകത്ത് ഇങ്ങനെ ഷെൽഫ്, ഇതിനും ഡി ട്രേ ഒക്കെ ഉള്ള മോഡലുണ്ട്, പെൻഡഗിൾ ഷേപ്പിലുള്ള ഇതുണ്ട്. ഇത് മാക്സിമം നമുക്ക് സാധനങ്ങൾ വെക്കാനും അത് നോക്കിയെടുക്കാനും എല്ലാം സൗകര്യമായിരിക്കും. അങ്ങനെ ഈ പാനുകൾ അതുമാതിരിയുള്ളതെല്ലാം ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഈ വിക്കർ ബാസ്ക്കറ്റിന് പകരം നമുക്ക് പാൻ ഹാങ്കർ എന്നും പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അപ്പം ഇത് ആണ് ഞാൻ വെച്ച മോഡ്യൂൾസ്. അപ്പം ഓരോ മോഡ്യൂൾ, ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് കട്ട്ലറി കിട്ടി, നിൽക്കുന്ന സ്ഥലത്ത് പ്ലേറ്റ് കിട്ടി, നിൽക്കുന്ന സ്ഥലത്ത് ഓയിൽ പുള്ളൗട്ട് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് അടുക്കളക്കകത്ത് ഫ്രിഡ്ജ്, സിങ്ക്, ഹോബ്. പിന്നെ നമുക്ക് വെറ്റായിട്ട് വരുന്ന സ്ഥലം മാറിയിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഡ്രൈ ആയിട്ട് വരുന്ന സാധനം സ്റ്റോറേജ്, എല്ലാം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്ന സ്ഥലമാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ മോഡ്യൂൾസ് മാറ്റിയത്. ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ സാറിന്റെ ഉള്ള ബഡ്ജറ്റ് ഞാൻ ആദ്യം അയച്ചുതരാം. അതിന് തൊട്ട് പുറകിൽ ഞാൻ ഡിസൈൻ ചെയ്തതിന്റെയും ബഡ്ജറ്റ് ഞാൻ അയച്ചുതരാം. ഓക്കെ സാറേ, താങ്ക് യു.